ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എൻ കെ. ഒട്ടും പ്രതീക്ഷയില്ലാതെ കാണാൻ പോയൊരു സിനിമയാണ് ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കാരണം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്ന പോസ്റ്റേഴ്സ് ആയാലും ട്രെയിലേഴ്സ് ആയാലും എനിക്കൊന്നും ഒട്ടും വർക്കായിട്ടില്ല. സിനിമ കണ്ടപ്പോഴും വലുതായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ജസ്റ്റ് ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ച് ഭയങ്കര അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒട്ടും കാണാൻ പറ്റാത്തൊരു പടമായിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ താത്തയുടെ വിളയാട്ടം ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടുകൊണ്ടായിരിക്കണം. അതിൻ്റെ ഒരു എഫക്റ്റ് ഇത് ഇത്ര നാളായിട്ട് മാറിയിട്ടില്ല. കാരണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടം വലിയ കുഴപ്പമില്ലാത്ത രീതിയായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പടം ഇവർ മാർക്കറ്റ് ചെയ്ത ഒരു രീതിയാണ്. കാരണം ഈ ഒരു സിനിമ ഈ ടൈം ട്രാവൽ സിനിമ എന്നൊക്കെ ആൾക്കാർ റൂമേഴ്സൊക്കെ പടച്ചിടുമ്പോൾ തന്നെ ഇവർ ഈ ഒരു ഒഫീഷ്യൽസിനൊക്കെ വന്ന് തന്നെ ഇതൊന്ന് ക്ലാരിറ്റി ചെയ്യായിരുന്നു. പിന്നെ അല്ല, ഒഫീഷ്യൽസ് തന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ വെങ്കട്ട് പ്രഭു ഒക്കെ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡും നിങ്ങൾ കണ്ണ് ചിമ്മാതെ കാണും, എന്ത് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സിനിമയാണെന്നൊക്കെയാണ്. അത്ര വലിയ അൺപ്രഡിക്റ്റബിൾ സിനിമ ഒന്നുമില്ല. ഓൾമോസ്റ്റ് അത്യാവശ്യം ക്ലീശ സ്റ്റോറി തന്നെയാണ് ഒട്ടുമിക്ക കൊമേഴ്ഷ്യൽ പടങ്ങളിലും വന്നിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ലാസ്റ്റ് കുറച്ച് വേറെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും സ്റ്റോറി ഒക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലീശ തന്നെയാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ട്വിസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ പടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം മിസ്സായാലും പിന്നെ പടം ഫുള്ള് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ഒരു സംഭവം സത്യത്തിലില്ല. അത്യാവശ്യം കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ അത്യാവശ്യം ഒരുപിടി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ യുവൻ ശങ്കർ രാജ്, പുള്ളി പടത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോങ്സ് ഒക്കെ ആണെങ്കിൽ പറയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ സോങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എവിടക്കൊക്കെയോ എന്തോ ഉണ്ടായതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രേംഗി അമരൻ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഏതൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയണ കേൾക്കണം 1500 കോടിയൊക്കെയാണ് അവർ ഈ ഒരു പടത്തിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1500 കോടി അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെയാണ് ഇവർ ഈ ഒരു പടത്തിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മാതിരിയൊക്കെ തള്ളിയാൽ പിന്നെ അതാണ് ഈ പടത്തിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഇത് ഇവർ മാർക്കറ്റ് ചെയ്ത ഒരു രീതി തന്നെയാണ്. ഇത് 1500 കോടിയൊക്കെ ഈ പടത്തിനൊക്കെ പറയാന്ന് വെച്ചാൽ അതിലും വലിയ അപരാധം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ വിജയ് ഫാൻസ് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു പടത്തിൽ നല്ലപോലെ ഡീഗ്രേഡിങ് ആണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന കുറച്ച് പേര് പോലും റിവ്യൂവേഴ്സ് പോലും വന്നിട്ട് ഈ ഒരു പടത്തിൽ നല്ലപോലെ ഡീഗ്രേഡ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു കാര്യം തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ ഒരു പടത്തെ നെഗറ്റീവ് പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ഞാൻ ഈ ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ലിയോയുടെ റിവ്യൂ ഞാൻ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ. സോ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു പടം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സ്ഥിതിക്ക് ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഏതൊരു പടം ഇറങ്ങിയാലും ആ ഒരു പടം ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടുന്ന പടമാണെങ്കിൽ അതിൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കേരളത്തിൽ ആ ഒരു സ്ഥിതിയാണ്. കാരണം മറ്റേ തമിഴ്നാടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ വിജയുടെ സ്റ്റാർഡൊക്കെ വെച്ചിട്ട് അവിടെ പടം എന്തായാലും അത്യാവശ്യം കളക്ട് ചെയ്ത് പോകും. പക്ഷെ കേരളത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പോകുന്നു. അതിന് ഏതൊരു ആക്ടറെ പടമാണെങ്കിലും ആവറേജ് റെസ്പോൺസ് വെച്ച് പിടിച്ചിരിക്കാന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര പാടാണ്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു പടത്തിൽ ഡീഗ്രേഡിങ് നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാം. എനിക്ക് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഈ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 400 കോടിയാണ്. ഓക്കെ, 400 കോടി ബഡ്ജറ്റ് ഉള്ള ഒരു പടത്തിന് എടുത്തു വെച്ചിരിക്കുന്ന VFX CGI വർക്കൊക്കെ നിങ്ങൾ കാണാം. ദാരിദ്ര്യമാണ്. 10-20 കോടിക്ക് എടുക്കുന്ന ഇവിടുത്തെ കേരളത്തിൽ എടുക്കുന്ന പടത്തിന് പോലും ഇതിലും വെച്ച CGI വർക്ക് വരുന്നുണ്ട്. CGI വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളൊരു ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു CGI വർക്കൊക്കെ പോകുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 400 കോടി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ്, അതായത് 200 കോടിയും പോകുന്നതെന്ന് വെച്ചാൽ വിജയുടെ സാലറി ആയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു അറൗണ്ട് ബാക്കി ഒരു 200-150 കോടിയൊക്കെ ഇവർക്ക് മിക്കവാറും മൂവിക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അതിലും 80-87 കോടി എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ മൂവിയുടെ ആ ഒരു വിജയുടെ DAGing ക്യാരക്ടറിന് വേണ്ടി എന്തോ ആണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു പടത്തിനെ പിന്നെയും പിടിച്ച് കുറച്ചെങ്കിലും നിർത്തിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫൊക്കെ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്കാ ക്രിഞ്ച് ലോഡായിട്ടാണ് പോയിട്ടുള്ളത്. വിജയുടെ കള്ളു കുടിച്ചിട്ടുള്ള ഒരു ആക്ടിങ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി പക്കാ ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിൽ അറിയാലോ വിജയ ലെവൻസിൻ
കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിജയുടെ തന്നെ പഴയ പടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഗില്ലിഡായാലും അങ്ങനത്തെ ഒരുപാട് അയാം വെയിറ്റിംഗ് ഉണ്ട്, ഫാൻസിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അയാം വെയിറ്റിംഗ് അങ്ങനത്തെ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതൊക്കെ വെറുതെ വന്ന പോലെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിൻ്റെ അല്ലെങ്കിൽ ചില വിജയ് പടങ്ങളിൽ നമുക്കത് വീണ്ടും കാണുമ്പോഴും ഒരു എഫക്റ്റ് കിട്ടാറുണ്ട്. അതുപോലും ഇവിടെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പടത്തിൽ കുറേ കേമിയോസും റെഫറൻസും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കേമിയോസൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ അറിഞ്ഞു കാണും. സോ ധോണിയുടെ ഒക്കെ ചെറിയ റെഫറൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതല്ലാണ്ടും വേറെ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്ന റെഫറൻസുകൾ നോക്കുകയാണെങ്കിൽ വിജയുടെ അല്ലാണ്ട് വന്ന റെഫറൻസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൂര്യയുടെ വാങ്ങാൻ പോകുന്ന കങ്കുവ സിനിമയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ അജിത്തിൻ്റെ റെഫറൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് റെഫറൻസുകൾ വന്നു പോകുന്നു. പിന്നെ ധോണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ ഒരു ധോണിനെ കൊണ്ടുവന്ന് തന്നെ അഫ്കോഴ്സ് തമിഴ്നാട്ടിൽ നല്ലൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. CSK എന്നുള്ള അവരൊരു ഇമോഷനൊക്കെ വെച്ച് നല്ല ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ അതിലുള്ളൊരു എനിക്ക് പേഴ്സണലി കോമഡി ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് CSK എത്ര 205 എന്തോ സ്കോർ മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് ഇതിൽ ചേസ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 205 റൺസ് എന്തോ മുംബൈക്കെതിരെ ഇവർ ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മാച്ച് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെന്തേലും ആകട്ടെ. ഇനി പടത്തിലെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു ഡി-ഏജിങ് വർക്കാണ്. അത് കിടിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഡി-ഏജിങ് ചെയ്തു വന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ ഒരു 16ാമത്തെ വയസ്സ്, അതായത് ഭയങ്കരമായിട്ട് ചെറുപ്പം കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പണി കളിയിട്ടുണ്ട്. ആ ഒരു 16ാമത്തെ വയസ്സിൽ വിജയനെ ഡി-ഏജിങ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു പോർഷൻ, അത് കുറച്ചേ ഉള്ളൂ. ആ ഒരു പോർഷൻ ഭയങ്കര അലമ്പായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒരു ട്രെയിലറിലൊക്കെ കൂടുതലായിട്ട് കണ്ട ആ ഒരു വേർഷൻ വിജയ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഡി-ഏജിങ് കൊണ്ട് മാത്രമല്ല മുന്നിട്ട് നിൽക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് വിജയ് പെർഫോം ചെയ്തതും അത്ര അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ക്യാരക്ടറും എല്ലാം കൊണ്ടും വളരെ മികച്ചു നിന്നൊരു ക്യാരക്ടറായിരുന്നു. അത്രയും കിട്ടിയില്ല ഒരു സൈക്കിക് ക്യാരക്ടറാണ് ആ ഒരു സംഭവം. ആ ഒരു ക്യാരക്ടർ വിജയ് എന്തായത് വളരെ നീറ്റായിട്ട് തന്നെ പുള്ളി അത് ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ജയറാമൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനൊന്നും ആവശ്യം സത്യത്തിൽ ഈ ഒരു പടത്തിലില്ല. ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യം സത്യത്തിലില്ല. വെറുതെ ചില ക്യാരക്ടേഴ്സൊക്കെ വെറുതെ നടക്കുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല കിടിലനായിട്ട് നമുക്ക് രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടേണ്ട ഒരുപാട് സീൻസ് ഈ ഒരു പടത്തിലുണ്ടായി. പക്ഷെ അവിടെ ഒന്നും ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. അനിരുദ്ധൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പഞ്ച് നമുക്ക് ശരിക്കും കിട്ടിയാണ്. പിന്നെ പടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആസ് യൂഷ്വൽ പറഞ്ഞ എല്ലാ പടത്തിലും ഒരു നേർച്ച ഉണ്ടല്ലോ, സെക്കൻഡ് പാട്ടെന്ന് പറഞ്ഞ് കാണിച്ചു വെച്ചിട്ട് ഒരു നേർച്ച, ആ ഒരു സംഭവം ഇതിലും ഉണ്ട്. സോ എന്തിനാണ് ഇങ്ങനെ സെക്കൻഡ് പാർട്ടിന് വെറുതെ കാണിക്കുന്നത് ചെയ്യാണെന്നറിയില്ല. ഇതിൻ്റെയൊക്കെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് പോലും ഒരു ഉറപ്പുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിജയ് പൊളിറ്റിക്സിലേക്ക് പോയിട്ട് ആക്ടിങ് കരിയർ നിർത്തുകയെന്ന് പറയുന്നുണ്ട്. എപ്പോൾ ചെയ്യുന്ന തന്നെ ഒരു പിടിയില്ല. അതിപ്പോൾ ഈ ഒരു പടം തന്നെയല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക പടങ്ങളും അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്, ഡയറക്ടേഴ്സിനൊന്നും ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റാണ്ട് വെറുതെ ഇടുന്നൊരു നേർച്ച പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് പടമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്യാവശ്യം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് റെസ്പോൺസ് തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ടോട്ടലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പടത്തിന്. സോ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു നെഗറ്റീവ് ഇത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജസ്റ്റ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അല്ലാണ്ട് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഒരു ആവറേജ് പടം അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന പടമായിട്ട് തന്നെയാണ് തോന്നിയത്. സോ ഈ ഒരു വർഷം തമിഴിൽ നിന്ന് ഇനി പുറത്തിറക്കാൻ പോകുന്ന കങ്കു അടക്കമുള്ള പടങ്ങളാണ് എനിക്ക് എക്സ്പെക്റ്റേഷനുള്ള പടം. സോ അതിനേതായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതുവരെ കണ്ട സ്ഥിതിക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ അത്ര തന്നെ.